ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഡാലിയ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള, ഒരുപാട് വലിപ്പമുള്ളതല്ല, ചെറുത് ഒരു റോസാപ്പൂവിൻ്റെയൊക്കെ അത്ര ഉള്ളതാണ്. നല്ല നിറയെ പെറ്റൽസ് ഉണ്ട്. ഇത് ഇങ്ങനെ വിരിഞ്ഞ് വരണതേ ഉള്ളൂ. ഇത് നല്ല വിടർന്ന് കഴിഞ്ഞപ്പോൾ നടുക്ക് നല്ല ഒരു യെല്ലോ കളറ് നല്ലതായിട്ട് തെളിഞ്ഞ് കാണാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇതിൽ നിറയെ വരും കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിറയെ വരും. നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഇതൊക്കെ ഇതൊക്കെ മഴ സമയമായപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ ഇതെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലവർ ഇത്രയും പോലും കിട്ടില്ല, പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുന്നതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഡാലിക പിടിപ്പിക്കുന്ന രീതിയുടെ അതും കൂടെ ഞാൻ പറയാമേ. ചിലരൊക്കെ പറയാറുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് എൻ്റെ കട്ടിങ് വെച്ചിട്ട് നമുക്ക് പിടിച്ച് കിട്ടണില്ല എന്ന് പറയുന്നുണ്ട്. കട്ടിങ് വെച്ച് ഞാൻ പിടിപ്പിക്കുന്ന രീതി അതൊക്കെ ഒന്ന് പറയാമേ. 2 ഐറ്റം ഡാലികയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ വലിയ ഫ്ലവർ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഇല്ല. ഇതിൻ്റെത് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഇതിൻ്റെ കട്ടിങ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ് എടുത്തിട്ടാണ് നമുക്ക് ഈ പ്ലാന്റ് കുത്തിപ്പിടിപ്പിക്കാം. ഇതിൻ്റെ മൂട്ടിൽ കിഴങ്ങ് കാണും. ആ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കിഴങ്ങ് നമുക്ക് മണ്ണിൽ കുഴിച്ചിട്ട് എന്നാലും കിട്ടും. അതിനേക്കാളും പെട്ടെന്ന് ഒരു ഇതായിട്ട് നല്ല ഇതായിട്ട് കിട്ടണം നമുക്ക് കട്ടിങ് വെച്ചിട്ട് തന്നെയാണ്. നല്ല ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ടിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള 2 ലീഫ് കട്ട് ചെയ്ത് കളയാം. എടുത്തിട്ട് വെറും മണ്ണിൽ അല്പം ചാണകപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ ഇതിലാണ് നമുക്ക് ഈ കട്ടിങ് വയ്ക്കാനുള്ളത്. വെറുതെ ഒന്ന് കാടിച്ച് വെച്ച് കൊടുത്ത് അത് ഒന്ന് അമർത്തി കൊടുക്കണം ചോട്. ഇതൊന്ന് നമുക്ക് നല്ല തണലുള്ള ഭാഗത്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും ഷെയ്ഡുള്ളിടത്ത് തന്നെ ഇത് വയ്ക്കണം. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നല്ല പുതിയൊരു പ്ലാന്റായിട്ട് ഇത് മാറുവേ. പിന്നെ ഇങ്ങനെ മുളയ്ക്കണില്ല, അങ്ങ് അഴുകി പോകണമെന്നുള്ളവർ എത്ര വെച്ചിട്ട് ശരിയാവണില്ല എന്നുള്ളവർ വെറും മണ്ണിൽ ചാണകപ്പൊടിയൊന്നും ചേർക്കാത്ത വെറും മണ്ണിൽ ഇങ്ങനെ കട്ടിങ് വെച്ചാൽ പ്ലാന്റ് നന്നായിട്ട് പിടിക്കും. അങ്ങനെ ചെയ്താലും മതി. ഞാൻ ഇവിടെ കുറച്ച് പ്ലാന്റ് വേറെ ഉണ്ട്. ഇതിപ്പോൾ കാണിക്കാൻ വേണ്ടി ഇത്ര എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ പ്ലാന്റ്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെയിലിനായിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ്, ഒരുപാടില്ല, കുറച്ച് പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ വലിയ ഫ്ലവറിൻ്റെതുണ്ട്, ചെറുതിൻ്റെ ഉണ്ട്. കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിലൊന്ന് ബന്ധപ്പെടണേ. പിന്നെ ഈ ഡാലിയയ്ക്ക് നല്ല വെയിൽ, എത്ര വെയിൽ കിട്ടിയാൽ അത്രയും നല്ലതാണ്. നല്ല വെയിൽ കിട്ടിയാൽ നിറയെ ഫ്ലവറാകും. പിന്നെ വെള്ളം കൊടുക്കണം. വെള്ളം ഒരു നേരം എന്തായാലും കൊടുക്കണം. വെള്ളവും വേണം. വെള്ളം ഇല്ലെങ്കിലും അത് വാടി അങ്ങ് തള്ളുമ്പോൾ അപ്പോൾ ഡെയിലി വെള്ളവും കൊടുക്കണം. നല്ല വെയിലുണ്ടെങ്കിലാണ് നല്ല നിറയെ ഫ്ലവറാവുള്ളൂ. ഇത് കുറേ നല്ല പഴക്കമുള്ളൊരു മൂടാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ വെട്ടിക്കൊടുത്തിട്ടില്ല. വീണ്ടും പുതിയ ഇത് വന്നിട്ട് ചെടി വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ട് വീണ്ടും ഫ്ലവറാകും. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, അതാണ് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കണം. ഫ്ലവർ തീരുമ്പോൾ ഫുള്ളും കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് വീണ്ടും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൂടെ ചവിട്ടി വിടുമ്പോൾ വീണ്ടും ഇതിൽ നിന്ന് കിഴങ്ങിന്ന് പൊട്ടി മുളച്ച് നല്ല ഹെൽത്തി ആയിട്ട് വരും. എനിക്ക് കുറേ നാളുകളുണ്ട് ഇതുണ്ട്. നല്ലതായിട്ട് മുമ്പൊക്കെ എനിക്കും പിടിച്ച് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇതുപോലെയൊക്കെ ചെയ്തപ്പോൾ എനിക്കും പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇതിൻ്റെ ചുവട്ടിൻ്റെ ചെടിയുടെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലുപൊടി കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് നിറയെ ഫ്ലവർ ആവണുണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ വെള്ളം, നമുക്ക് ചാണകവും കടല പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച വെള്ളം എല്ലാ ചെടിക്കും ഒഴിക്കണ കൂട്ടത്ത് അതും ഇതിനൊഴിച്ച് കൊടുക്കാറുണ്ട്. അങ്ങനെയും കൂടെ ചെയ്യണം. പിന്നെ ഈ പ്ലാന്റിന് വേറെ കീടബാധയൊന്നും അങ്ങനെ ഇല്ല, ഒന്നും വേറെ ഒരു ഇതുമില്ല. നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കെയർ ചെയ്യുകയും വേണ്ട. വെച്ച് കൊടുത്താൽ
നമുക്ക് പിടിച്ച് നമ്മളതിൽ കിട്ടിയാൽ നല്ല നാടൻ ടൈപ്പായി കിട്ടിയാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇത് പോകില്ല, നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഈ പ്ലാന്റ് നിൽക്കുക തന്നെ നമ്മൾ വച്ച് പിടിപ്പിക്കണം, വേറെ 2 തൈ എപ്പോഴും വച്ച് മാറ്റി പിടിപ്പിക്കണം. അപ്പോൾ അതാ മദർ പ്ലാന്റ് പോയാൽ നമുക്ക് ഈ പ്ലാന്റ് കാണും. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ നല്ലതായിട്ട് നിന്നാലും പറയാൻ പറ്റില്ല. അതിച്ച മഴയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ അങ്ങ് അഴുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വച്ച് പിടിപ്പിക്കണം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ ബന്ധപ്പെടണം. ഓക്കേ.